ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പ്രതിമ തകർക്കാൻ ശ്രമിച്ച അക്രമികൾ അറസ്റ്റിലായിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിലാണ് അമൃത്സറിൽ അംബേദ്കർ പ്രതിമ ആക്രമിച്ചത്. ആം ആദ്മി സർക്കാർ വിഘടനവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് BJP ആരോപിച്ചു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഏറെ ഗൗരവത്തോടു കൂടിയാണ് സുരക്ഷാ ഏജൻസികൾ നോക്കിക്കാണുന്നത്. കാരണം റിപ്പബ്ലിക് ദിനത്തിലാണ് ഭരണഘടനാ ശില്പിയുടെ പ്രതിമയ്ക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള അക്രമമല്ല, കൃത്യമായി ആസൂത്രണം ചെയ്താണ് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഭരണഘടനാ ശില്പിയുടെ പ്രതിമയ്ക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിമ ആക്രമിച്ചിട്ടുള്ള ആളെ പിടികൂടിയിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ ആസൂത്രണം നടന്നത് സംബന്ധിച്ച്, ഇതിന് പിറകിലുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായി വലിയ വിമർശനമാണ് പഞ്ചാബ് സർക്കാരിനെതിരെ ഇതിനോടകം തന്നെ വിവിധ കോണിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. BJPയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിമർശനം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. പഞ്ചാബിൽ തുടർച്ചയായി വിഘടനവാദികൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചാബിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ആരോപിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ വിഘടനവാദ ശക്തികൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇപ്പോൾ B.R. അംബേദ്കറുടെ പ്രതിമ തകർത്തു. നേരത്തെ പോലീസ് സ്റ്റേഷൻ അതിക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. വിഘടനവാദികളുടെ നേതൃത്വത്തിൽ അമൃത് പാലിനൊപ്പം തോക്കും വാളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ സ്വന്തം വരുതിയിൽ വരുത്തുന്ന ദൃശ്യങ്ങൾ കുറച്ചു നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വിഘടനവാദ ശക്തികൾക്ക്, ഖാലിസ്ഥാൻവാദികൾക്ക് ആം ആദ്മി സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുകയാണെന്ന ആരോപണം BJP മുൻപോട്ട് വയ്ക്കുകയാണ്. കഴിഞ്ഞ തവണ അമൃത് പാലിനെയും കൂട്ടാളികളെയും പിടികൂടിയത് CRPF ഇറങ്ങിക്കൊണ്ട് കേന്ദ്ര ഏജൻസികളായിരുന്നു അമൃത് പാലിനെയും അനുയായികളെയും പിടികൂടിയിട്ടുള്ളത്. ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിലാണ് അമൃത്സറിൽ ടൗൺ ഹാളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള വലിയ ഉയരമുള്ള B.R. അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ പ്രതിമ അടിച്ചു തകർക്കുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. അക്രമിയെ നിലവിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇത്തരത്തിലൊരു ആസൂത്രണം എങ്ങനെ നടന്നു, അതിൻ്റെ പിറകിൽ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടില്ല. പഞ്ചാബിൽ വിഘടനവാദികൾ അഴിഞ്ഞാടുകയാണെന്നും ക്രമസമാധാന നില തകരുകയാണ് എന്ന ആരോപണം BJP മുൻപോട്ട് വെക്കുന്നുണ്ട്. രോഹിണി. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.